ഹായ് ഓൾ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ UK ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇന്ന് നമ്മൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ UK എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് 1 ഇയർ നമുക്ക് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ലൈസൻസ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ 1 ഇയർ നമ്മൾ ഇവിടുത്തെ ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതിന് ഓൺലൈൻ പ്രോസസ്സും ഉണ്ട്, നമ്മൾ പോസ്റ്റ് ഓഫീസ് ത്രൂവും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈൻ പ്രോസസ്സാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ വൺസ് ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഫീസ് അടച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ പോസ്റ്റിലേക്ക് അവർ ഒരു ആപ്ലിക്കേഷൻ ഫോം അയച്ചു തരും. ആ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ ഒറിജിനൽ BRP കാർഡും കൂടെ അതിൽ വെച്ച് നമ്മൾ തിരിച്ച് അയച്ചു കൊടുക്കേണ്ടതാണ്. അയച്ചു കൊടുത്ത ശേഷം അവർ വെരിഫൈ ചെയ്ത് നമുക്ക് തിരിച്ച് പ്രൊഫഷണൽ ലൈസൻസും BRP കാർഡും കൂടെ അയച്ചു തരും. വൺസ് പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിയറി ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റും. തിയറി ടെസ്റ്റിന് ശേഷം നമ്മൾ കുറച്ച് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം പ്രാക്ടിക്കലായിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് വരാൻ വേണ്ടിയിട്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ടെസ്റ്റ് സെന്ററിലാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഒരു എക്സാമിനർ ഉണ്ടായിരിക്കും. ഓരോ എക്സാമിനറും ഓരോ കാൻഡിഡേറ്റും ഉണ്ടായിരിക്കും. അവരുടെ കൂടെ 40 to 45 മിനിറ്റ്സ് നമ്മൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഓൺലൈൻ ത്രൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോമിലോട്ട് പോവുക. അവിടെ പ്രൊഫഷണൽ ലൈസൻസ് UK എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കുറേ സൈറ്റുകൾ വരും. ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിങ് ഏജൻസിയുടെ ഡയറക്റ്റ് സൈറ്റും ഉണ്ട്, UK ഗവൺമെൻറ്റിൻ്റെ സൈറ്റും ഉണ്ട്. നമുക്ക് അതിൽ കൂടെയും പോയിട്ട് ഇതിലെത്താം, അല്ലാതെ ഈ DVLAയുടെ സൈറ്റിൽ കൂടെയും ഡയറക്റ്റ് കയറാവുന്നതാണ്. സോ നമ്മൾ dvla.government.uk എന്നുള്ള സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കയറുകയാണ്. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തും കയറാവുന്നതാണ്. നമ്മൾ ആദ്യം കയറും നമ്മൾ ഡേറ്റയുടെ സെക്യൂരിറ്റി പോളിസിയൊക്കെയാണ് കാണിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തൊട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ടൈറ്റിൽ മിസ്റ്റർ ആണോ മിസ്സസ് ആണോ, ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. പാസ്പോർട്ട് നോക്കി കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫോർനെയിം സർനെയിം എല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ അഡ്രസ്സിൻ്റെ ഇതാണ് വരുന്നത്. നമുക്കവിടെ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യുക. പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അഡ്രസ്സുകൾ കാണിക്കും. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഏത്, നമ്മുടെ ഫ്ലാറ്റ് നമ്പറോ നമ്മുടെ വീടിൻ്റെ നമ്പറോ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. കറക്റ്റ് അഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ എത്ര നാൾ ജീവിച്ചു, ഹൗ ലോങ് യു ഹാവ് ലീവ്ഡ് ദെയർ. നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഈ പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും നമ്മൾ ഒരു വർഷത്തിനകത്തായിരിക്കും. അപ്പം എത്ര മന്ത്സാന്ന് വെച്ചാൽ നമ്മൾ 6 മാസമോ 8 മാസമോ എത്ര മന്ത്സ് എന്ന് വെച്ചാൽ മന്ത്സ് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇയേഴ്സും ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഒരു അഡ്രസ് ഹിസ്റ്ററി വേണം. അതിനായിട്ട് നമ്മൾ ആഡ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പോസ്റ്റ് കോഡ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഇന്ത്യയിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ നമ്മൾ അതർ വേസ് ടു എൻ്റർ അഡ്രസ്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നോൺ GB അഡ്രസ്സ്, നമ്മൾ ഗ്രേറ്റ് ബ്രിട്ടൻ അല്ല വേറെ രാജ്യത്തെ അഡ്രസ്സ് ആണെന്നുള്ള രീതിയിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് കൺട്രി എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇന്ത്യയാണോ UAE ആണോ, നമ്മുടെ കൺട്രി, ലാസ്റ്റ് കൺട്രി മാത്രം മതി, അഡ്രസ്സൊന്നും വേണ്ട. കൺട്രിയിൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ എത്ര നാൾ, ഹൗ ലോങ് യു ലീവ്ഡ് ദെയർ, നമുക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ അഡ്രസ് ഹിസ്റ്ററിയാണ്. 3 ഇയേഴ്സോ 6 ഇയേഴ്സോ നമുക്ക് ഇഷ്ടമുള്ള എത്ര നാളാണോ ജീവിച്ചത് അത്രയും വർഷം ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് അഡ്രസ്സും സെക്കൻഡ് അഡ്രസ്സും കാണും. ജസ്റ്റ് വായിച്ച് നോക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടെലിഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള പേജാണ്. ടെലിഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. ഫോൺ നമ്പർ കൊടുക്കുക. താഴെ ബർത്ത് സർനെയിം, പിന്നെ മദേഴ്സ് മെയ്ഡൻ നെയിം അതൊക്കെ ടൈപ്പ് ചെയ്യുക. പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്, അത് പാസ്പോർട്ട് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ വരുന്നത് നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ്. നമ്മുടെ BRP കാർഡിൻ്റെ ബാക്കിലുണ്ടാവും നാഷണൽ ഇൻഷുറൻസ് നമ്പർ. അത് ടൈപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ റീടൈപ്പ് കൊടുത്തിട്ടുണ്ട്, റീടൈപ്പും ചെയ്യുക. അടുത്ത പേജ് വരുന്നത് UK പാസ്പോർട്ട് നമ്പറാണ്. UK പാസ്പോർട്ട് ഹോൾഡേഴ്സിനാണ് ഇവിടെ ചെയ്യാനുള്ളത്. നമുക്ക് UK പാസ്പോർട്ട് അല്ല. സോ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നമ്മുടെ എലിജിബിലിറ്റി പറ്റിയുള്ള പേജാണ്. ഹാവ് യു ലീവ്ഡ് ഇൻ അനദർ കൺട്രി ഇൻ ലാസ്റ്റ് 12 മന്ത്സിൽ നമ്മൾ ലാസ്റ്റ് 12 മന്ത്സ് വേറെ കൺട്രിയിലായിരുന്നെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ആർ യു കറൻ്റ്ലി ഡിസ്ക്വാളിഫൈഡ് ഫ്രം ഡ്രൈവിംഗ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് നോ കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിച്ച് കൺട്രി യു ഹാവ് ലീവ്ഡ് ഇൻ ലാസ്റ്റ് 12 മന്ത്സ്, അവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് 12 മന്ത്സ് ഏത് കൺട്രിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ അത് സെലക്ട് ചെയ്യുക. വാട്ട് ഡേറ്റ് ഡിഡ് യു കം ടു ലീവ് ഇൻ UK, നമ്മൾ UK വന്ന ഡേയും മന്തും ഇയറും ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അടുത്തത് ഐസൈറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ യു മീറ്റ് ദ ലീഗൽ ഐസൈറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഡ്രൈവിംഗ്? നിങ്ങൾക്ക് ഐസൈറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ യെസ് കൊടുക്കുക. ഡു യു നീഡ് ടു വെയർ ഗ്ലാസസ് ഓർ കറക്റ്റ് ലെൻസസ് ടു മീറ്റ് ദ സ്റ്റാൻഡേർഡ്സ്? നിങ്ങൾ കണ്ണടയോ ലെൻസസോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇതിൽ നമ്മൾ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഡയബറ്റീസ് ആണോ, ഇൻസുലിൻ എടുക്കുന്നുണ്ടോ, എപ്പിലെപ്സി ഉണ്ടോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിസീസ് കണ്ടീഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് താഴെ പോയി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലേക്ക് വരും. ഇവിടെ നമ്മൾ കൺഫേം ചെയ്യണം നമുക്ക് ഡിസീസ് കണ്ടീഷൻസ് ഒന്നും ഇല്ലെന്നുള്ളത്. അത് കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഓർഗൻ ഡൊണേഷനെ കുറിച്ചൊക്കെയുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ തന്നെ ഓർഗൻ ഡൊണേഷൻ NHS UK സൈറ്റ് ഉണ്ട്. അതിൽ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ലൈനും ഉണ്ട്, സെക്കൻഡ് ലൈനും ഉണ്ട്. ഇവിടെ ഞാൻ സെക്കൻഡ് ലൈൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ നെക്സ്റ്റ് പേജിൽ വരുന്നത് ഇമെയിൽ അഡ്രസ്സാണ്. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ കൺഫർമേഷനിൽ വീണ്ടും ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മൾ കൊടുത്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇത്രയും നേരം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരു സമ്മറി പോലെ ഇവിടെ കാണിക്കും. എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ്സ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഇൻഷുറൻസ് നമ്പറും പേരും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വായിച്ച് നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പേജാണ് വരുന്നത്. നമുക്കിവിടെ പേ ചെയ്യാവുന്നതാണ് കാർഡ് ഉപയോഗിച്ച്. 34 ബ്രിട്ടീഷ് പൗണ്ട്സ് ആണ് പേയ്മെൻറ്റ് എമൗണ്ട് വരുന്നത്. നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ് ഇതുപോലെ വരും. ഇത്രയാണ് നമ്മൾ ഓൺലൈനിൽ കൂടെ ചെയ്യാനുള്ള പ്രോസസ്സ്. ഇത്ര ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനൊരു ലെറ്റർ വരും. അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഫോറും ഒരു കവറും ഉണ്ടായിരിക്കും. ആ കവറിൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തിരിച്ച് വെച്ചിട്ട് PRP കാർഡും ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ച് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അതിൽ നമ്മുടെ പേരും അഡ്രസ്സും പിന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക എല്ലാം കറക്റ്റ് ആണോ എന്ന്. ഫോമിൻ്റെ താഴെ ഫോട്ടോ പ്ലേസ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. അവിടെ ഫോട്ടോ ഒട്ടിക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഡേറ്റ് ഇടാനുണ്ട്. ഡേറ്റ് എഴുതുക. ആൻഡ് അതിൻ്റെ താഴെ സിഗ്നേച്ചർ ഇടണം. ആ വൈറ്റ് കോളത്തിനകത്ത് ഒതുങ്ങുന്ന രീതിയിൽ സിഗ്നേച്ചർ ഇടുക. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റ് അതിലുണ്ട്. അതിൽ നമ്മുടെ കയ്യിലുള്ളത് BRP കാർഡാണ്. സോ UK ഇഷ്യൂഡ് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് BRP അവിടെ ടിക്ക് ഇടുക. ടിക്ക് ഇട്ടിട്ട് ശേഷം താഴെ BRP കാർഡിൻ്റെ നമ്പർ എഴുതുക. ഇത്രയാണ് നമ്മൾ ഈ ഫോമിൽ ഫില്ല് ചെയ്യാനുള്ളത്. ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം പോസ്റ്റ് ഓഫീസിൽ ചെല്ലുക. നമ്മൾ പോസ്റ്റ് ഓഫീസിലെത്തുമ്പോൾ നമുക്ക് ഈ വൈറ്റ് കളർ എൻവലപ്പിനകത്ത് നമ്മുടെ ഫിൽ ചെയ്ത ഫോറം, BRP കാർഡ് ഒറിജിനൽ, അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ഒരു എൻവലപ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മേടിക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ തന്നെ പറയാം ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റാമ്പ് ഒട്ടിച്ച് തരാൻ പറഞ്ഞാൽ മതി. അങ്ങനത്തെ ട്രാക്ക് ചെയ്യുന്ന സ്റ്റാമ്പ് മേടിച്ച് ഒരു എക്സ്ട്രാ എൻവലപ്പിൽ ഒട്ടിച്ചിട്ട് നമുക്ക് അതും കൂടെ ഇതിനകത്ത് വെച്ചിട്ട് അയക്കാം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ BRP കാർഡ് വെരിഫിക്കേഷൻ ശേഷം അവിടെ നിന്ന് തിരിച്ച് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ എൻവലപ്പ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാൻ പറ്റും നമ്മുടെ BRP കാർഡ് എവിടെ എത്തിയെന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ 6 പൗണ്ടിൻ്റെ സ്റ്റാമ്പ് കൂടെ മേടിച്ച് എക്സ്ട്രാ എൻവലപ്പിൽ ഒട്ടിച്ച് ഈ കവറിൽ വെച്ച് നമ്മളെല്ലാം കൂടി അയച്ചു കൊടുക്കുക. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ കാർഡ് എവിടെ എത്തിയെന്ന്. വൺസ് അവർ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസും BRP കാർഡും കൂടെ തിരിച്ചയച്ചു തരുന്നതാണ്. നമുക്ക് ട്രാക്കിംഗ് സ്റ്റാമ്പ് ആയതുകൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ കാർഡ് എവിടെ എത്തിയെന്നൊക്കെ. ഇത് കഴിയുമ്പോൾ അവർ വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ BRP കാർഡും പ്രൊഫഷണൽ ലൈസൻസും കൂടെ തിരിച്ചു തരും. സോ ഇനി പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് തിയറിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെയുള്ള വരും വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്തെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.